പെരുന്നാൾ ഒരുക്കത്തിലാണ് എല്ലാവരും. ചെറിയ പെരുന്നാൾ എന്നാണെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മാർച്ച് 20-നാണോ അല്ലെങ്കിൽ മാർച്ച് 21-നാണോ പെരുന്നാൾ എന്ന കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. പെരുന്നാൾ ഒരുക്കത്തിലാണ് എല്ലാവരും. അറബ് ലോകത്തെ ആഘോഷങ്ങൾ കേവലം മതപരമായ ചടങ്ങുകളിൽ ഒതുങ്ങുന്നവയല്ല. അവ ചരിത്രവും പ്രകൃതിയും ആത്മീയതയും ഇഴചേർന്ന സങ്കീർണമായ ഒരു അനുഭവങ്ങളിലൊന്നുകൂടിയാണ്. അത്തരത്തിൽ വിശ്വാസികൾ ഏറെ ആവേശത്തോടെ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഒന്നാണ് ചെറിയ പെരുന്നാൾ, അതായത് ഈദുൽ ഫിത്തർ. ഇന്ന് പശ്ചിമേഷ്യൻ ആശങ്കകൾക്കിടയിൽ പെരുന്നാളിനെ വരവേൽക്കാൻ നാടും നഗരവും വിപണിയും ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്ഷ്യോൽപ്പന്നങ്ങളും പുത്തൻ വസ്ത്രങ്ങളും ഉൾപ്പെടെ വാങ്ങിയാണ് പെരുന്നാളിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും നടത്തുന്നത്. റമദാൻ മാസം ഏകദേശം അന്ത്യത്തോടടുക്കുമ്പോൾ തകൃതിയായി പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. പുതുവസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് എല്ലാ തെരുവുകളിലും കാണാൻ സാധിക്കും. ചെറിയ പെരുന്നാൾ എന്നാണെന്ന ചോദ്യമാണ് ഈ വേളയിൽ പ്രധാനമായും ഉയരുന്നത്. മാർച്ച് 20-നാണോ അല്ലെങ്കിൽ മാർച്ച് 21-നാണോ പെരുന്നാൾ എന്നാണ് സംശയം. ചാന്ദ്രമാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുക. ശവ്വാൽ മാസം 1-നാണ് ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ആഘോഷിക്കുക. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് ശേഷമുള്ള ആഘോഷമാണിത്. അന്നേ ദിവസം വിശ്വാസികൾ അരിയോ ഗോതമ്പോ ദാനം ചെയ്യും. സമീപത്തുള്ള ആരും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയുണ്ടാകരുത് എന്ന ഉദ്ദേശമാണ് ഇതിനു പിന്നിൽ. ഈ ദാനം ചെയ്യുന്നതിന് ഫിത്തർ സക്കാത്ത് എന്നാണ് പറയുന്നത്. വീട്ടിലെ അംഗങ്ങളുടെ കണക്കിലാണ് ഇവ വിതരണം ചെയ്യപ്പെടുന്നത്. ഫെബ്രുവരി 18-നായിരുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ സൗദിയിൽ ശവ്വാൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭരണകൂടം. ബുധനാഴ്ച എല്ലാവരും വാനനിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യും. മാസപ്പിറവി ദൃശ്യമായാൽ വ്യാഴാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. അല്ലെങ്കിൽ 30 നോമ്പ് പൂർത്തിയാക്കി വെള്ളിയാഴ്ചയായിരിക്കും എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുക. കേരളത്തിൽ ഫെബ്രുവരി 19 വ്യാഴാഴ്ചയായിരുന്നു റമദാൻ വ്രതാരംഭം തുടങ്ങിയത്. നോമ്പ് 29 വരുന്നത് വ്യാഴാഴ്ചയാണ്. അന്ന് വൈകിട്ട് മാസപ്പിറവി നിരീക്ഷണത്തിന് നിർദ്ദേശമുണ്ട്. അന്ന് മാസപ്പിറവി ദൃശ്യമായാൽ വെള്ളിയാഴ്ചയായിരിക്കും കേരളത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. വ്യാഴാഴ്ച വൈകിട്ട് മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ നോമ്പ് 30 പൂർത്തിയാക്കി ശനിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. കേരളത്തിൽ മാസപ്പിറവി കാണുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. കാപ്പാട്, ചാലിയം, പൊന്നാനി, ശംഖുമുഖം തുടങ്ങി പ്രധാന തീരദേശങ്ങളിൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ സംവിധാനം ഒരുക്കാറുണ്ട്. ശവ്വാൽ മാസം കണ്ടവർ പണ്ഡിതരെ അറിയിക്കുകയും ചെയ്യും. പിന്നീട് വിശദമായ ചർച്ച നടത്തിയ ശേഷമാണ് തീരുമാനം പ്രഖ്യാപിക്കുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.